എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും അസ്ത്രയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നവോത്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഷോർട്ട് നോട്ടുകളാണ്. കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ ഒന്നിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് നോക്കാം. ഓർഗനൈസേഷനാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത്. SNDP സ്ഥാപിച്ചത് 1903 ആരാണ്? ശ്രീനാരായണ ഗുരു. SNDP 1903 ശ്രീനാരായണ ഗുരു. സാധുജന പരിപാലന സംഘം 1907 അയ്യങ്കാളി. സാധുജന പരിപാലന സംഘം 1907 അയ്യങ്കാളി. യോഗക്ഷേമ സഭ ആരുടെയാണ്? VT ഭട്ടതിരിപ്പാടിന്റെ. 1908 യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാട്. PRDS 1909 ആണ്. പൊയ്കയിൽ യോഹന്നാൻ. PRDS പൊയ്കയിൽ യോഹന്നാൻ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. എന്താ PRDSന്റെ ഫുൾ ഫോം? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. 1909 പൊയ്കയിൽ യോഹന്നാൻ. ഇനി NSS എന്നാണ്? 1914 ഒക്ടോബർ 31 മന്നത്ത് പത്മനാഭൻ. അതെല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പൊ നമുക്ക് നോക്കാം. SNDP ആരുടെ ആയിരുന്നു? ശ്രീനാരായണ ഗുരു. സാധുജന പരിപാലന സംഘം അയ്യങ്കാളി. യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാട്. PRDS പൊയ്കയിൽ യോഹന്നാൻ. NSS മന്നത്ത് പത്മനാഭൻ. ഇതിന്റെ ഒക്കെ മൗത്ത് പീസ് നമുക്ക് പഠിക്കാനുണ്ട്. നമ്മളത് വരുന്ന സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യും. അപ്പൊ നമുക്ക് നോക്കാം. ഇപ്പൊ ജസ്റ്റ് നിങ്ങൾ വർഷം ഏതാണ് ഓർഗനൈസേഷൻ, അത് ആരാണ് സ്ഥാപിച്ചെന്നുള്ളത് പഠിക്കാം. മൗത്ത് പീസ് നമുക്ക് പിന്നെ നോക്കാം കേട്ടോ, മുഖപത്രങ്ങളൊക്കെ. അടുത്തത് സഹോദര സംഘം. ആ പേരിൽ തന്നെ ഉണ്ട്. സഹോദരൻ അയ്യപ്പനാണ്. 1917 സഹോദര സംഘം. 1917 സഹോദരൻ അയ്യപ്പൻ. ആത്മവിദ്യാസംഘം 1917 തന്നെയാണ്. വാഗ്ബടാനന്ദൻ. ആത്മവിദ്യാസംഘം വാഗ്ബടാനന്ദൻ. ആനന്ദ മഹാസഭ. ആനന്ദ മഹാസഭ വാഗ്ബടാനന്ദന്റെ ഗുരുവാണ് ആര്? ബ്രഹ്മാനന്ദ ശിവയോഗി. അപ്പൊ ആത്മവിദ്യാസംഘം വാഗ്ബടാനന്ദിയും ആനന്ദ മഹാസഭ ആരുടെയാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. ഇസ്ലാം ധർമ്മ പരിപാലന സംഘം SNDPയുടെ മാതൃകയിലെ വക്കം മൗലവി സ്ഥാപിച്ചതാണ്. 1918 ഇസ്ലാം ധർമ്മ പരിപാലന സംഘം വക്കം മൗലവി. ട്രാവൻകൂർ ചേരമാർ മഹാസഭ 1921 പാമ്പാടി ജോൺ ജോസഫ്. ഈ ചേരമാർ എന്നുള്ള വേർഡില് ചേര പാമ്പുണ്ട് അല്ലെ? അപ്പൊ പാമ്പാടി ജോൺ ജോസഫിലും പാമ്പുണ്ട്. അപ്പൊ ട്രാവൻകൂർ ചേരമാർ മഹാസഭ പാമ്പാടി ജോൺ ജോസഫ് 1921. മലബാർ കലാപം നടന്ന വർഷമാണ് അല്ലെ? ജാതിനാശിനി സഭ 1933 ആനന്ദതീർത്ഥൻ. ജാതിനാശിനി സഭ ആനന്ദതീർത്ഥൻ. എങ്ങനെ ഓർത്ത് വെക്കുക? ജാതി നശിക്കട്ടെ എന്ന് പറഞ്ഞ് തീർത്ഥം തെളിച്ചു എന്ന് വിചാരിച്ചാൽ മതി. ആനന്ദതീർത്ഥൻ. ജാതിനാശിനി സഭ. അപ്പൊ സഹോദര സംഘം സഹോദരൻ അയ്യപ്പൻ. ആത്മവിദ്യാസംഘം വിദ്യാല് വി ഉണ്ട് അല്ലെ? വി വാഗ്ബടാനന്ദൻ. ആത്മവിദ്യാസംഘം വാഗ്ബടാനന്ദൻ. ആനന്ദ മഹാസഭ. ആനന്ദം എന്നുള്ള വേർഡ് വന്ന ബ്രഹ്മാനന്ദ ശിവയോഗിനെ നമ്മൾ ഓർക്കണം. ആനന്ദ മഹാസഭ ബ്രഹ്മാനന്ദ ശിവയോഗി. ഇസ്ലാം ധർമ്മ പരിപാലന സംഘം വക്കം മൗലവി. ട്രാവൻകൂർ ചേരമാർ മഹാസഭ പാമ്പാടി ജോൺ ജോസഫ്. ജാതി നശിക്കട്ടെ എന്ന് പറഞ്ഞ തീർത്ഥം തെളിച്ചത് ആരാണ്? ജാതിനാശിനി സഭ ആനന്ദ തീർത്ഥൻ. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാം അതർ നെയിംസ്. അതായത് ഓരോ നവോത്ഥാന നായകന്മാരും അറിയപ്പെടുന്ന മറ്റു പേരുകൾ. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള അറിയപ്പെടുന്ന പേരാണ് കേരളൻ. അദ്ദേഹത്തിന്റെ തൂലികാ നാമമാണ് കേരളൻ. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള കേരളൻ. AK ഗോപാലൻ ക്രുസൈഡർ ഓഫ് ദി ഡൗൺ ട്രോഡൻ. പാവങ്ങളുടെ പടത്തലവൻ ആരാണ്? AK ഗോപാലൻ. AK ഗോപാലനാണ് ക്രുസൈഡർ ഓഫ് ദി ഡൗൺ ട്രോഡൻ. ക്രുസൈഡർ ഓഫ് ദി ഡൗൺ ട്രോഡൻ, പാവങ്ങളുടെ പടത്തലവൻ. ആഗമാനന്ദ സ്വാമികൾ കേരള വിവേകാനന്ദൻ. ആഗമാനന്ദ സ്വാമികൾ ആരാണ്? കേരള വിവേകാനന്ദൻ. ബ്രഹ്മാനന്ദ ശിവയോഗി കുറച്ചധികം പഠിക്കാണ്ട്. ഏതൊക്കെയാണ്? അദ്ദേഹത്തിന്റെ റിയൽ നെയിമാണ് കാരാട്ട് ഗോവിന്ദമേനോൻ. കാരാട്ട് ഗോവിന്ദമേനോൻ. ഗുരു ഓഫ് എത്തിസ്റ്റ്. നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്നത് ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. പുരുഷ സിംഹം എന്നറിയപ്പെടുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗി. സ്വാമി ഓഫ് ആലത്തൂർ. പാലക്കാട് ആലത്തൂരിലല്ലേ അദ്ദേഹത്തിന്റെ ജനനം. അപ്പൊ സ്വാമി ഓഫ് ആലത്തൂർ ബ്രഹ്മാനന്ദ ശിവയോഗി. സിദ്ധമുനി ബ്രഹ്മാനന്ദ ശിവയോഗി. അപ്പൊ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ 5 പേരുകൾ ഏതൊക്കെയാണ്? കാരാട്ട് ഗോവിന്ദൻ മേനോൻ. കാരാട്ട് ഗോവിന്ദ മേനോൻ. ഗുരു ഓഫ് എത്തിസ്റ്റ്, നിരീശ്വരവാദികളുടെ ഗുരു. പുരുഷ സിംഹം. സ്വാമി ഓഫ് ആലത്തൂർ സിദ്ധമുനി. സ്വാമി ഓഫ് ആലത്തൂർ സിദ്ധമുനി. ഇത് കിട്ടിയ ആൾക്കാർക്ക് അടുത്ത ഫോർവേഡ് ചെയ്ത് പോവാം. നമുക്ക് ഒന്നുകൂടി സ്ലൈഡ് നോക്കാം. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളേനെ കേരളൻ. AK ഗോപാലൻ ക്രുസൈഡർ ഓഫ് ദി ഡൗൺ ട്രോഡൻ. ആഗമാനന്ദ സ്വാമി കേരള വിവേകാനന്ദൻ. കാരാട്ട് ഗോവിന്ദ മേനോൻ ബ്രഹ്മാനന്ദ ശിവയോഗി. ഗുരു ഓഫ് എത്തിസ്റ്റ്
പുരുഷസിംഹം സ്വാമി ഓഫ് ആലത്തൂർ സിദ്ധമുനി. അപ്പൊ കേരളൻ ആരായിരുന്നു? സ്വദേശാഭിമാനി. ക്രൂസൈഡർ ഓഫ് ദി ഡൗൺ ട്രോഡൻ ആരായിരുന്നു? കെ ഗോപാലൻ. പുരുഷസിംഹം ബ്രഹ്മാനന്ദ ശിവയോഗി. കേരള വിവേകാനന്ദൻ ആഗമാനന്ദ സ്വാമികൾ. അപ്പൊ അടുത്ത് നോക്കാം, അക്കമ്മ ചെറിയാൻ. അക്കമ്മ ചെറിയാൻ അറിയപ്പെടുന്ന മറ്റു രണ്ട് പേരുകളാണ് ദ ഝാൻസി റാണി ഓഫ് ട്രാവൻകൂർ. അങ്ങനെ വിളിച്ചത് ആരാണ്? ഗാന്ധിജി. ദ ഝാൻസി റാണി ഓഫ് ട്രാവൻകൂർ എന്ന് വിളിച്ചത് ഗാന്ധിജി. ജോൺ ഓഫ് ആർക്ക് ഓഫ് കേരള. ജോൺ ഓഫ് ആർക്ക് ഓഫ് കേരള. അപ്പൊ രണ്ട് പേരുകൾ ഓർത്ത് വെക്കണം. ഒന്ന് ദ ഝാൻസി റാണി ഓഫ് ട്രാവൻകൂർ ആൻഡ് ജോൺ ഓഫ് ആർക്ക് ഓഫ് കേരള. ആരാണ്? അക്കമ്മ ചെറിയാൻ. അക്കമ്മ ചെറിയാൻ. ഇനി തൈക്കാട് അയ്യ. തൈക്കാട് അയ്യയുടെ റിയൽ നെയിമാണ് സുബ്ബരായൻ. സുബ്ബരായൻ. ശിവരാജയോഗി. യോഗേനെ പ്രചാരത്തിൽ കൊണ്ടുവരാൻ ഒരുപാട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് തൈക്കാടയ്യ. അപ്പൊ യോഗയുമായിട്ട് രണ്ട് പേരുകളുണ്ട് അദ്ദേഹമായിട്ട്. ശിവരാജയോഗി, ഹഠയോഗോപദേഷ്ട. ശിവരാജയോഗി, ഹഠയോഗോപദേഷ്ട. സൂപ്രണ്ട് അയ്യ. പിന്നെ എന്തൊക്കെയാണ്? സൂപ്രണ്ട് അയ്യ, ഗുരു ഓഫ് ഗുരു. ആ ശ്രീനാരായണ ഗുരുവിന്റെ ഗുരുവാണ് തൈക്കാടയ്യ. അതുകൊണ്ട് എന്ത് വിളിക്കാം? ഗുരു ഓഫ് ഗുരു എന്ന് വിളിക്കാം. പാണ്ടിപ്പറയൻ അല്ലെങ്കിൽ പണലിപ്പറയൻ. കളിയാക്കി വിളിക്കുന്നതാണ് പാണ്ടിപ്പറയൻ അല്ലെങ്കിൽ പണലിപ്പറയൻ. അപ്പൊ സുബ്ബരായൻ ശിവരാജയോഗി. സുബ്ബരായൻ ശിവരാജയോഗി, ഹഠയോഗോപദേഷ്ട. സുബ്ബരായൻ ശിവരാജയോഗി, ഹഠയോഗോപദേഷ്ട. സൂപ്രണ്ട് അയ്യ, ഗുരു ഓഫ് ഗുരു, പാണ്ടിപ്പറയൻ അല്ലെങ്കിൽ പണലിപ്പറയൻ. ക്ലിയർ അല്ലേ? അടുത്ത സ്ലൈഡ് നോക്കാം. മൗത്ത് പീസ്. ആദ്യം പറഞ്ഞില്ല നമ്മൾ മൗത്ത് പീസ് ഡിസ്കസ് ചെയ്യുന്ന. SNDPയുടെ മൗത്ത് പീസ് ആണ് യോഗനാഥം. SNDPയുടെ യോഗനാഥം. SNDPയുടെ യോഗനാഥം മുമ്പ് അറിയപ്പെട്ടിരുന്നത് വിവേകോദയം എന്നായിരുന്നു. അത് പിന്നീടാണ് യോഗനാഥായിട്ട് മാറിയിട്ടുള്ളത്. NSSന്റെ സർവീസ്. NSS സർവീസ്. PRDS പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ആദിയാർ ദീപം. ആദിയാർ ദീപം. SNDP യോഗനാഥം, NSS സർവീസ്, PRDS ആദിയാർ ദീപം. സഹോദര സംഘം എന്താണ്? സഹോദരൻ. സുഖാണ് അല്ലെ? സഹോദര സംഘം സഹോദരൻ. ആത്മവിദ്യാസംഘം എന്താണ്? അഭിനവ കേരളം. ആത്മവിദ്യാസംഘം അഭിനവ കേരളം. ആരുടെ ആയിരുന്നു ആത്മവിദ്യാസംഘം? വിദ്യയില് വി ഓർത്ത് വയ്ക്കാൻ പറഞ്ഞില്ലേ? ആരുടെയായിരുന്നു? വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ. സാധുജന പരിപാലന സംഘം. സാധുജന പരിപാലിനി. സാധുജന പരിപാലന സംഘം അയ്യങ്കാളിയുടെ ആയിരുന്നു. എന്തായിരുന്നു? സാധുജന പരിപാലിനി. ട്രാവൻകൂർ ചേരമാർ മഹാസഭ. ട്രാവൻകൂർ ചേരമാർ മഹാസഭ ആരുടെ ആയിരുന്നു? പാമ്പാടി ജോൺ ജോസഫിന്റെ ആയിരുന്നു മൗത്ത് പീസ്. സാധുജന ദൂതൻ. സാധുജന ദൂതൻ. നമ്പൂതിരി യുവജന സംഘം VT ഭട്ടതിരിപ്പാടിന്റെ ആണ്. നമ്പൂതിരി യുവജന സംഘം മൗത്ത് പീസ് മുഖപത്രം ഉണ്ണി നമ്പൂതിരി. SNDPയുടെ മുഖപത്രം യോഗനാഥം. NSS സർവീസ്, PRDS ആദിയാർ ദീപം. സഹോദര സംഘം സഹോദരൻ. ആത്മവിദ്യാസംഘം അഭിനവ കേരളം. ആത്മവിദ്യാസംഘം അഭിനവ കേരളം. സാധുജന പരിപാലന സംഘം സാധുജന പരിപാലിനി. സാധുജന പരിപാലിനി. ചേരമാർ മഹാസഭ സാധുജന ദൂതൻ. സാധുജന ദൂതൻ. നമ്പൂതിരി യുവജന സംഘം ഉണ്ണി നമ്പൂതിരി. നമ്പൂതിരി യുവജന സംഘം ഉണ്ണി നമ്പൂതിരി. റിയൽ നെയിംസ് നമുക്ക് നോക്കാം. വൈകുണ്ഠസ്വാമികളുടെ റിയൽ നെയിമാണ് മുത്തുക്കുട്ടി. വൈകുണ്ഠസ്വാമികൾ മുത്തുക്കുട്ടി. ശ്രീനാരായണ ഗുരു നാരായണൻ. ശ്രീനാരായണ ഗുരു നാരായണൻ. ചട്ടമ്പി സ്വാമികൾ അയ്യപ്പൻ. അപ്പൊ കുഞ്ഞൻ പിള്ള ആരാണ്? അത് അദ്ദേഹത്തിന്റെ ചൈൽഡ്ഹുഡ് നെയിമാണ് അല്ലെ? ചെറുപ്പത്തിൽ അദ്ദേഹത്തിനെ വിളിച്ചതാണ് കുഞ്ഞൻപിള്ള. അതുപോലെ ശ്രീനാരായണ ഗുരുവിനെ നാണു എന്ന് വിളിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ചൈൽഡ്ഹുഡ് നെയിംസ് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ റിയൽ നെയിം നമുക്ക് നോക്കാം. ചട്ടമ്പി സ്വാമികൾ അയ്യപ്പൻ. ചട്ടമ്പി സ്വാമികൾ അയ്യപ്പൻ. ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. റിയൽ നെയിം യഥാർത്ഥ നാമം എന്താണെന്നും ബാല്യകാല നാമം എന്താന്നുള്ളതും ചട്ടമ്പി സ്വാമികളുടെ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ യഥാർത്ഥ നാമം എന്താണ്? അയ്യപ്പൻ. ബ്രഹ്മാനന്ദ ശിവയോഗി കാരാട്ട് ഗോവിന്ദമേനോൻ. കാരാട്ട് ഗോവിന്ദമേനോൻ. വാഗ്ഭടാനന്ദൻ VK ഗുരുക്കൾ. VK ഗുരുക്കൾ. അപ്പോൾ വൈകുണ്ഠസ്വാമികൾ എന്തായിരുന്നു? മുത്തുക്കുട്ടി. ശ്രീനാരായണ ഗുരു നാരായണൻ. ചട്ടമ്പി സ്വാമികൾ അയ്യപ്പൻ. ബ്രഹ്മാനന്ദ ശിവയോഗി കാരാട്ട് ഗോവിന്ദമേനോൻ. വാഗ്ഭടാനന്ദൻ VK ഗുരുക്കൾ. അയ്യപ്പൻ ആരുടെയായിരുന്നു? ചട്ടമ്പി സ്വാമികൾ. മുത്തുക്കുട്ടി വൈകുണ്ഠസ്വാമി. കാരാട്ട് ഗോവിന്ദമേനോൻ ബ്രഹ്മാനന്ദ ശിവയോഗി. VK ഗുരുക്കൾ വാഗ്ഭടാനന്ദൻ. ആഗമാനന്ദ സ്വാമികൾ കൃഷ്ണൻ നമ്പ്യാതിരി. ആഗമാനന്ദ സ്വാമികൾ കൃഷ്ണൻ നമ്പ്യാതിരി. ആനന്ദതീർത്ഥൻ ആനന്ദശേണായി. ആനന്ദതീർത്ഥൻ എന്താണ്? ആനന്ദശേണായി. അപ്പൊ ആഗമാനന്ദ സ്വാമികൾ ഏത്? ആഗമാനന്ദൻ. കൃഷ്ണൻ നമ്പ്യാതിരി. കൃഷ്ണൻ നമ്പ്യാതിരി. ഡോക്ടർ പൽപ്പു പത്മനാഭൻ. പൽപ്പു പത്മനാഭൻ. പൽപ്പു പത്മനാഭൻ.
പണ്ഡിറ്റ് കറുപ്പൻ ശങ്കരൻ, പണ്ഡിറ്റ് കറുപ്പൻ ശങ്കരൻ, കറുപ്പൻ ശങ്കരൻ. തൈക്കാട് അയ്യ സുബ്ബരായൻ, നമ്മൾ നോക്കിയതാണ് അല്ലെ, തൈക്കാട് അയ്യ സുബ്ബരായൻ. അപ്പൊ ആനന്ദ ഷേണായി ആരുടെയാണ്? ആനന്ദ തീർത്ഥൻ. പത്മനാഭൻ പൽപ്പു. കൃഷ്ണൻ നമ്പ്യാതിരി ആഗമാനന്ദ സ്വാമികൾ, കൃഷ്ണൻ നമ്പ്യാതിരി ആഗമാനന്ദ സ്വാമികൾ. ശങ്കരൻ കറുപ്പൻ. സുബ്ബരായൻ തൈക്കാട് അയ്യ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഫേമസ് വേർഡ്സ്, പ്രശസ്തരായ നവോത്ഥാന നായകന്മാരുടെ ഫേമസ് വേർഡ്സ് നോക്കാം. വൺ കാസ്റ്റ്, വൺ റിലീജിയൻ ആൻഡ് വൺ ഗോഡ് ഫോർ ഹ്യൂമൻ എന്ന് പറഞ്ഞത് ആരാണ്? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു തൈക്കാട് അയ്യ പറഞ്ഞതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തതാണ് ഇത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്ന്. ആരുടെ വാക്കുകളായിരുന്നു എന്നറിയോ? തൈക്കാട് അയ്യയുടെ. இந்த ഉലകത്തിൽ ഒരേ ഒരു ജാതി താൻ, ഒരേ ഒരു മതം താൻ, ഒരേ ഒരു ദൈവം താൻ എന്ന് പറഞ്ഞത് തൈക്കാട് അയ്യയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ് ശ്രീനാരായണ ഗുരു. എന്തായിരുന്നു? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെ. വൺ കാസ്റ്റ്, വൺ റിലീജിയൻ, വൺ ഗോഡ് ഫോർ ഹ്യൂമൻ എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരു. വൺ കാസ്റ്റ്, വൺ റിലീജിയൻ, വൺ ഗോഡ്, വൺ ക്ലാൻ, വൺ വേൾഡ്. ഒരു കുലം, ഒരു ലോകം. എക്സ്ട്രാ രണ്ടെണ്ണം കൂടി വന്നു അല്ലെ. വൺ ക്ലാൻ ആൻഡ് വൺ വേൾഡ്. ഒരു കുലം, ഒരു വേൾഡ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ഒരു കുലം, ഒരു ലോകം എന്ന് പറഞ്ഞത് വൈകുണ്ഠ സ്വാമികൾ. നോ കാസ്റ്റ്, നോ റിലീജിയൻ, നോ ഗോഡ് ഫോർ ഹ്യൂമൻ. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യൻ എന്ന് പറഞ്ഞത് സഹോദരൻ അയ്യപ്പൻ. ഇത് വളരെ ഈസിയാണ് കേട്ടോ. അപ്പൊ இந்த ഉലകത്തിൽ ഒരേ ഒരു ജാതി താൻ, ഒരേ ഒരു മതം താൻ, ഒരേ ഒരു കടവുൾ താൻ എന്ന് പറഞ്ഞത് തൈക്കാട് അയ്യ. അതിന് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തത് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെ. വൺ കാസ്റ്റ്, വൺ റിലീജിയൻ, വൺ ഗോഡ് ഫോർ ഹ്യൂമൻ എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ഒരു കുലം, ഒരു ലോകം എന്ന് പറഞ്ഞത് വൈകുണ്ഠ സ്വാമികൾ. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട. നോ കാസ്റ്റ്, നോ റിലീജിയൻ, നോ ഗോഡ്. വേണ്ട എന്ന് പറഞ്ഞത് ആരാണ്? സഹോദരൻ അയ്യപ്പൻ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. റിപ്പീറ്റ് ചെയ്ത് പഠിക്കണം, കൺഫ്യൂഷൻ വരും. അതുകൊണ്ടാണ് കൺഫ്യൂഷൻ വരുന്ന ഭാഗങ്ങൾ നമ്മൾ ഒന്നിച്ചെടുത്തത്. നന്നായി പഠിച്ച് എക്സാം എഴുതുക. താങ്ക് യു.